മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. അപ്പോൾ വേറൊരു ആടിനെ ശിരസിൽ കൈവച്ച് ഇസ്രായേൽ മക്കൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളും അനീതികളും പാപങ്ങളും അതിന്റെ മേൽ ചുമത്തുക. അപ്പൊ ഒന്നുകൂടെ പറയാ, ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി ഇറക്കപ്പെടുന്ന കുഞ്ഞാട്, പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് ഇറക്കപ്പെടുന്ന കുഞ്ഞാട്, ലേവിയ 16 12 ഗോത്രങ്ങളുടെ പാപം വഹിക്കുന്നയാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാടിന്റെ പ്രത്യേകത വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിന് വേണ്ടി അറക്കപ്പെടുന്ന ഒരു കുഞ്ഞാടാ. ആ കുഞ്ഞാടിനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. കുഞ്ഞാട് നീ അറുക്കപ്പെട്ടു. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ യോഗ്യത ഇന്ന് രാത്രി മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്. ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത യോഗ്യതകൾ അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേട്ടെ. 5-ാം അധ്യായം. വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും, ഭാഷയിലും, വംശത്തിലും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കുഞ്ഞാടിന്റെ 1-ാമത്തെ യോഗ്യത രക്തം ചൊരിഞ്ഞ് മരിച്ച കുഞ്ഞാട്. ഇതാരാന്ന് ഞാൻ വിസ്തരിക്കേണ്ട, കർത്താവാകുന്ന യേശു ക്രിസ്തു. എന്തിനാണ് ഈ കുഞ്ഞാട് രക്തം ചൊരിഞ്ഞത്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയെന്ന അപാപികളാകുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവകുഞ്ഞാടാകുന്ന ക്രിസ്തു സ്വർഗമഹിമ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യം നിങ്ങൾക്കെല്ലാം മനപാഠമാ. ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തു ദൈവകുഞ്ഞാട്. എന്തിന്? എന്റെയും നിന്റെയും പാപം പരിഹരിക്കുവാൻ, എന്റെയും നിങ്ങളുടെയും പാപം ചുമന്നൊഴിക്കുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി രക്തം ചിന്തി. കന്യാസൂനമായി ഭൂമിയിൽ അവതരിച്ച് നാടെങ്ങും നന്മ സുവിശേഷിച്ചു. മുമ്പേ ഓർപ്പിച്ചല്ലോ, മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി, സകല ദീനക്കാരെ വ്യാധിക്കാരെ സൗഖ്യമാക്കി, തിരുവെടുത്തെഴുതി വെച്ചതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. എന്തിനേറെ ഗെത്സമനെ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ യൂദയുടെ ഒറ്റക്കൊടുപ്പിനാൽ വാളും വടിയും തീപട്ടി പന്തങ്ങളുമായി പടയാളികൾ വന്ന് പിടികൂടിയ കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകന് പിടിച്ചു കെട്ടും പോലെ അവിടുത്തെ പിടിച്ചു കെട്ടി. അടിച്ചും ഉപദ്രവിച്ചും പഴിച്ചും നിന്ദിച്ചും എന്തിനെ രാത്രി മുഴുവൻ ശോഭകേടുകളും ആക്ഷേപങ്ങളും പടികളും നിരത്തി. ഒടുവിൽ മുൾക്കിരിയുടെ ധാരിയായി ചാട്ടമാറ് കൊണ്ടുള്ള പ്രകരം ഏറ്റ് മുതുക ഉടവജാല് പോലെ നീളത്തെ കീറപ്പെട്ടവനായി, മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, ഹല്ലേലൂയ, കണ്ടാൻ ആളൽ നിന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടവനായി അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു.